ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് പക്ഷെ കേക്കിന്റെ ടൂൾസ് ഒന്നും ഇല്ലാന്നും പറഞ്ഞ് ഉണ്ടാക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കേക്കാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. മെഷറിംഗ് കപ്സോ അതുപോലെ തന്നെ കേക്ക് ടീനോ ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തന്നെ മതി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ അളക്കുന്ന പാത്രം അതേതായാലും കുഴപ്പമില്ല, ഗ്ലാസ്സോ ബൗളോ എന്ത് വേണേലും എടുക്കാം, പക്ഷെ എല്ലാം അതിൽ തന്നെ അളന്നെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അതിന്റെ അര ഗ്ലാസ് തൈരും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈരല്ല, നോർമൽ തൈരാണ്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു കൈ വന്നിരിപ്പുണ്ട് കേട്ടോ. ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മോനും അടുത്തുനിന്ന് മാറൂല, അത് ഉണ്ടാവണ വരെ, ഉണ്ടാക്കി കഴിയണത് വരെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് കേക്ക് കഴിക്കാൻ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കൈ കാണും. അപ്പൊ ഇനി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പാലും തൈരും കൂടി മിക്സ് ചെയ്ത് നല്ല ക്രീമി പരുവാവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതേ ഗ്ലാസ്സിൽ തന്നെ അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഇത് സൺഫ്ലവർ ഇല്ല, പാം ഓയിൽ ഉള്ളെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല, ചെറിയൊരു പാം ഓയിലിന്റെ ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈനാപ്പിൾ എസൻസ് ചേർക്കാം. ഇനി അതും ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടിയും ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാം കൂടി ചേർത്ത് നല്ല ക്രീമി പരമാവുന്നത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി, ഒത്തിരി നേരമൊന്നും വേണ്ട. ഇനി അതിൻ്റെ മേലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 2 ഗ്ലാസ് മൈദ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പൊ നല്ലപോലെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ സ്പാച്ചുല ഒന്നും വേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മരത്തിന്റെ തവിയോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒത്തിരി കുത്തി ഇളക്കരുത്, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. തവി വെച്ചിട്ടായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാനിതിൽ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ അത്ര സ്പീഡിൽ ചെയ്യേണ്ട, പതിയെ പതിയെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ മൈദയിൽ കട്ടയില്ലാതെ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഇതുപോലെ മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലാത്ത കേക്ക് മുമ്പും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ലാണ്. അപ്പൊ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇനി ഇതൊന്ന് കട്ട് ചെയ്യാവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 1/4 കപ്പ് പാല് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു എന്താ പറയാ, കുറച്ച് ലൂസും അല്ല തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസി നമുക്ക് വേണ്ടത്. റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി എന്ന് പറയും, ആ ഒരു പരുവത്തിലാവണം. കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കണം, നല്ല ക്രീമി ആയിട്ട് ഇരിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം, അത് നിർബന്ധമാണ്. എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ, ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഉപയോഗിക്കരുത്. അപ്പൊ നന്നായിട്ട് ഇതേ ഞാൻ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി മതി. 1/4 കപ്പ് പാലിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അര കപ്പിന്റെ അടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് ഓയിൽ ഇട്ടിട്ട് അതിൽ കുറച്ച് മൈദ ഒന്ന് തട്ടി എടുത്തിട്ടുണ്ട്, ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ടിന്ന് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചായപാത്രം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ എണ്ണ തടവിയിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് തട്ടിയെടുത്താലും മതി. ഇനി ഇതും ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കുക്കർ എടുത്താൽ മതി, അതിലാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. കുക്കറിൽ ചെയ്യുമ്പോൾ നമ്മൾ വിസിലിട്ട് കൊടുക്കരുത്. അതുപോലെ തന്നെ കുക്കറിലോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചെന്ന പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അടിയിൽ ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പം ഇതിൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു കടായിലോ അല്ലെങ്കിൽ ഇഡ്ലിച്ചെമ്പിലോ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഇതിലാവുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. മറ്റേ വഴി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ എടുക്കും. അപ്പൊ ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലാണ് നമ്മൾ ഇതിനി വെക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് കേക്ക് ടിൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 35-40 മിനിറ്റ് ആണ് എനിക്ക് ഏകദേശം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് പോയി തുറന്ന് നോക്കരുത്. അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോകാതിട്ട് നമുക്ക് നല്ല പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൽ ചെയ്യുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കേക്ക് ഇപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഞ്ഞി മാതിരി ഇരിക്കണ കേക്കാണ്, അടിയൊന്നും കരിഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കുട്ടീസിനൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്തും ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. നല്ലൊരു വനില സ്പോഞ്ച് കേക്കാണിത്.
അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കത്തി പോണ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേക്കിൻ്റെ സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. നല്ല പഞ്ഞി മാതിരി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയില്ല. നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നന്നായിട്ട് കിട്ടില്ല. ഇപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ഇങ്ങനെ ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഉണ്ടാക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു കിടക്കാച്ച വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.